Hello friends, welcome back to the activities in Unit 2. Here the first activity, word hunt. Look at the word together. Find as many words from this word. Write each word you get inside a star. You will get 5 stars if you write 5 words. ടുഗദർ എന്ന ഈ വേർഡിൽ നിന്നും മറ്റു കുറച്ച് വേർഡ്സ് ഉണ്ടാക്കാനാണ്. ഈ വേർഡ്സ് ഓരോ സ്റ്റാറിനകത്തും എഴുതുക. അങ്ങനെ നിങ്ങൾ ഓരോ സ്റ്റാറിനകത്തും എഴുതുമ്പോൾ നിങ്ങൾക്ക് 5 സ്റ്റാർ ലഭിക്കുന്നതാണ്. ഒരുപാട് വേർഡ്സ് കിട്ടും, നമുക്ക് നോക്കാം. ഗോ, ഗെറ്റ്, ദ, ഹോട്ട്, ട്രീ, ഹീറോ. അതുകൂടാതെ ഹെർ, ദർ, അതർ, ഹിയർ, ട്രീറ്റ്, ടു, ഗോട്ട്, ഈഗോ, 3, ഗ്രേറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാം. നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. മൈ കളർ, മൈ പ്രൈഡ്. The rainbow people are excited to talk about their new colors. What will they say about their colors? മഴവിൽ മനുഷ്യർ അവരുടെ പുതിയ നിറങ്ങളെക്കുറിച്ച് ആകാംക്ഷയോടുകൂടി സംസാരിക്കുകയാണ്. വാട്ട് വിൽ ദേ സേ അബൌട്ട് ദെയർ കളേഴ്സ്? അവരെന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക. അവിടെ നീല കളർ, മഞ്ഞ, റെഡ്, ഗ്രീൻ, ഈ 4 കളറുകളുണ്ട്. ഫസ്റ്റ് നീല എന്താ പറഞ്ഞത് നോക്കാം. ഐ ആം ബ്ലൂ, ഞാൻ നീലയാണ്. ഐ ആം ദ കളർ ഓഫ് ദ സ്കൈ, എനിക്ക് ആകാശത്തിൻ്റെ നിറമാണ്. ദ വേൾഡ്സ് ലാർജസ്റ്റ് ആനിമൽ ഹാസ് മൈ കളർ, വേൾഡിലെ ഏറ്റവും വലിയ ജീവിക്ക് എൻ്റെ നിറമാണ്. അതായത് ബ്ലൂ വെയിൽ, നീലത്തിമിംഗലത്തിന് എൻ്റെ നിറമാണ്. ഓക്കെ, ദെൻ യെല്ലോ, ഐ ആം യെല്ലോ, ഐ ഷൈൻ ലൈക്ക് ദ സൺ, ഐ ആം ദ കളർ ഓഫ് സൺഫ്ലവർ, ഞാൻ മഞ്ഞയാണ്, ഞാൻ സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഐ ആം ദ കളർ ഓഫ് സൺഫ്ലവർ, എനിക്ക് സൂര്യകാന്തിയുടെ നിറമാണ്. ഇതുപോലെ റെഡും ഗ്രീനും എന്താണ് പറയുന്നതെന്ന് എഴുതാനാണ്. ഓക്കെ, നമുക്ക് റെഡ് എന്താ പറയുന്നത് നോക്കാം. ഐ ആം റെഡ്, ഐ ആം ദ കളർ ഓഫ് ആൻ ആപ്പിൾ, ദ ഫയർ ഗ്ലോ ഇൻ മൈ കളർ, ഞാൻ ചുവപ്പ്, ഒരാപ്പിൾ എൻ്റെ നിറത്തിലാണ്, തീ ആളുന്നത് എൻ്റെ നിറത്തിലാണ്. ഓക്കെ, ഗ്രീൻ, ഐ ആം ഗ്രീൻ, ഐ ആം ദ കളർ ഓഫ് ലീവ്സ് ആൻഡ് നേച്ചർ, എനിക്ക് പ്രകൃതിയുടെയും ഇലകളുടെയും നിറമാണ്. ദ ഗ്രാസ് ഓൺ ദ ഗ്രൗണ്ട് ഈസ് ഇൻ മൈ കളർ, ഭൂമിയിലെ പുല്ലുകൾ എൻ്റെ നിറത്തിലാണ്. അടുത്തത് ആക്ടിവിറ്റി 3, ഫീലിങ്സ് ഇൻ വേർഡ്സ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ദ വേർഡ് വാവ് ഷോസ് സർപ്രൈസ്. ഹിയർ ആർ സം വേർഡ്സ് ദാറ്റ് ഷോ ഡിഫറെൻറ്റ് ഇമോഷൻസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ബിലോ ദാറ്റ് മാച്ചസ് ദ സിറ്റുവേഷൻസ്. താഴെ 5 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ വേർഡ്സിനും ഓരോ ഫീലിങ്സ് ആണുള്ളത്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് മാച്ച് ചെയ്തിട്ട് ആ സിറ്റുവേഷനിൽ മാച്ച് ചെയ്തിട്ടുള്ള എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വാവ് എന്നുള്ള വേർഡിൻ്റെ ഒരു മീനിങ് വന്നിട്ട് സർപ്രൈസ് ആണ്. അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വേർഡ് അലാസ്, അത് സാഡ്നെസ് ആണ് എൻ്റെ മീനിങ്. പിന്നെ ഊച്ച്, പെയിൻ എന്നാണ്. യാ, ഹാപ്പിനെസ്. ഹുറേ, എക്സൈറ്റ്മെൻറ്റ് ഓർ ജോയ്. ഇത്രയാണ് ഇതിൻ്റെ മീനിങ്സ് വരുന്നത്. അപ്പോൾ ഓരോ വേർഡ്സിനും ഓരോ സെൻറ്റൻസിലും ആ സിറ്റുവേഷൻസിൽ ഏത് വേർഡാണ് കൊടുക്കേണ്ടതെന്നുള്ള അവിടെ നോക്കാം. വി ഹാവ് പ്ലേഡ് വെരി വെൽ, അലാസ് വി ലോസ്റ്റ് ദ ഗെയിം. അപ്പോൾ ഈ കളിച്ചിട്ടും അവിടെ തോറ്റുപോയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഏതാണ് ദ വേർഡ് അലാസ്. ഇറ്റ്സ് എ സാഡ്നെസ്, സങ്കടമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹുറേ, അവർ ടീം ഹാസ് വൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. ഹുറേന്ന് അവിടെ കൊടുക്കാൻ കാരണം അവിടെ സന്തോഷമാണ്, എക്സൈറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാവ്, വാട്ട് എ ഫാൻറ്റാസ്റ്റിക് ക്യാച്ച്. ആ ബോൾ പിടിച്ചത് അത്രയും ഫാൻറ്റാസ്റ്റിക് ആയിട്ടുണ്ട്. അപ്പോൾ വാവ്, സർപ്രൈസ് ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ആണ് വന്നത്. ദെൻ നെക്സ്റ്റ് യു ഹിറ്റ് മൈ ഹാൻഡ്, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. നീ എൻ്റെ കയ്യിലിടിച്ചുകൊണ്ട് എനിക്ക് വേദനിക്കുന്നു. അവിടെ എന്താണ്, അവിടെ വേദന, ഓച്ച്. ദെൻ നെക്സ്റ്റ് ബോബി, യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ്. ബോബി, നിനക്ക് 1ാം സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഏതാണ്, യാ. ഓക്കെ, നെക്സ്റ്റ്. ദെൻ ആക്ടിവിറ്റി 4, വി ഹാവ് സീൻ ദ പിക്ചർ ഓഫ് കളർഫുൾ റിബൺസ് ഫോളിങ് ഫ്രം ദ സ്കൈ. ഹിയർ ഈസ് അനദർ പിക്ചർ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ. താഴെ ഒരു നല്ലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനാണ്. ഒക്കെ നോക്കാം എന്തൊക്കെയാണ്. ചിത്രത്തിൽ ഒരുപാട് സാധനങ്ങൾ ആകാശത്ത് നിന്ന് താഴോട്ട് വീഴുന്നുണ്ട്.
മരത്തിലൊരു മങ്കി ഇരിക്കുന്നുണ്ട്. ഒരു കുട്ടി അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നിൽക്കുകയാണ്. ഓരോരുത്തരുടെ കയ്യിലും ഓരോ വസ്തുക്കളുണ്ട്. ഒരു കുട്ടീൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ബോക്സ് ആണ്. ദെൻ ഒരു കുട്ടിയുടെ കയ്യിൽ നെക്ലേസ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതും? നമുക്കിതൊന്ന് എഴുതി നോക്കാം. ഇൻ ദ പിക്ചർ മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ്. കളർഫുൾ തിങ്സ് ആർ falling from the sky like balls, ribbons, sweets and toys. The children are happy and trying to catch them. The one boy is catching a gift box. A girl is holding a necklace. A boy is sitting under a tree. There is a monkey is sitting on the branch of the tree. Then everyone looks very excited and joyful. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ആക്ടിവിറ്റി 5. കളർഫുൾ റിബൺസ് ബിഗാൻ ടു fall ഫ്രം ദ സ്കൈ. നിറങ്ങളോടുകൂടിയ റിബണുകൾ ആകാശത്ത് നിന്നും താഴേക്ക് വീഴാൻ തുടങ്ങി. ഹിയർ ദ വേർഡ് കളർഫുൾ ഡിസ്ക്രൈബ്സ് ദ റിബൺസ്. ഈ ഒരു വേർഡ് കളർഫുൾ എന്ന വേർഡ് എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? റിബണുകളെ വിശേഷിപ്പിക്കുന്നു. സം ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. താഴെ കുറച്ച് വിശേഷണ പദങ്ങൾ നൽകിയിട്ടുണ്ട്, വാക്കുകൾ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബൈ ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ലിസ്റ്റ്. താഴെ കൊടുത്തുള്ള ലിസ്റ്റിൽ നിന്നും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ചേർത്ത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വൺ ഡേ നേഹ ആൻഡ് ഹെർ ബ്രദർ റോഹൻ went to a dash beach. The sky was dash and the water sparkled under the dash sun. They made a dash sand castle and collected dash shells from the shore. Neha said, "This is the most amazing day ever." ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇവിടെ ഏതൊക്കെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്? ബ്രൈറ്റ്, സാൻഡി, ബിഗ്, ഷൈനി, വാം. ഇവിടെ ബ്രൈറ്റിൻ്റെ മീനിങ്ങൾ തിളക്കമുള്ള, സാൻഡി എന്ന മണൽ നിറഞ്ഞ, ബിഗ് വലിയ, ഷൈനി ഇതേപോലെ തിളങ്ങുന്ന എന്ന മീനിങ്ങിലാണ് വരുന്നത്. പിന്നെ വാം ചൂടുള്ള. അപ്പോൾ ഇവിടെ ഏതെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ചേർത്ത് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഇതേ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെയുള്ള വേറൊരു ചോദ്യമാണ് ഫൈൻഡ് ഔട്ട് മോർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ദം ബിലോ. താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ വിശേഷണ പദങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ കുറച്ച് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഉറുമ്പുകളെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. ആൻസ്, ഉറുമ്പുകൾ. Such a little thing we call the ant. It seems he has no word for cat. നമ്മൾ ഉറുമ്പ് എന്ന് വിളിക്കുന്ന ഒരു ചെറിയ വസ്തുവാണ്. അതിന് കഴിയില്ല എന്നൊരു വാക്കുമില്ല എന്ന് തോന്നുന്നു. They will climb up over, around and through. അവ മുകളിലേക്ക് കയറും, ചുറ്റിക്കറങ്ങും, അതിലൂടെയും കടന്നു പോകും. It seems there is nothing ants can do. ഉറുമ്പുകൾക്ക് കഴിയാത്തതായി ഒന്നുമില്ലെന്ന് തോന്നുന്നു. They never quit. They never stay. അവർ ഒരിക്കലും പിന്മാറില്ല, ഒരിക്കലും നിൽക്കില്ല. They always find another way. അവർ എപ്പോഴും മറ്റൊരു വഴി കണ്ടെത്തുന്നു. To get to where they need to go. അവർക്ക് പോകേണ്ട സ്ഥലത്ത് എത്താൻ. I wonder how they seem to know. അവർക്ക് എങ്ങനെ അറിയാമെന്ന് എനിക്ക് അത്ഭുതമുണ്ട്. This bug so small. This tiny speck. ഈ ചെറിയ പ്രാണി, ഈ ചെറിയൊരു പൊട്ട് നമ്മളെ can teach us all how to earn respect. എങ്ങനെ ബഹുമാനം നേടാമെന്ന് പഠിപ്പിക്കും. ഇത് ഗാരി ബ്രൈസൺ എന്നൊരു പോയറ്റ് എഴുതിയ വരികളാണ്.
ഇനി ഇതുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തേൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ ഇതാണ്. ദ പോയറ്റ് സേസ് ദാറ്റ് ആൻസ് ഡോണ്ട് നോ ദ വേർഡ് കാൻറ്റ് വൈ. എന്തുകൊണ്ടാണ് ഉറുമ്പുകൾക്ക് കഴിയില്ല എന്നൊരു വേർഡ് ഇല്ല എന്ന് പറയുന്നത്? ആൻഡ്സ് നെവർ ഗിവ് അപ്പ്. ദേ ഓൾവേസ് ഫൈൻഡ് എ വേ ടു ക്ലൈംബ്, മൂവ് ഓർ റീച്ച് ദെയർ ഗോൾ, നോ മാറ്റർ ഹൗ ഹാർഡ് ഇറ്റ് ഈസ്. എത്ര കഠിനമായ കാര്യമായാലും അവ ഒന്നിച്ച് വിട്ടുകൊടുക്കാതെ അവ അത് ചെയ്തു തീർക്കും, അവരുടെ ലക്ഷ്യം നേടാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് കഴിയില്ല എന്നൊരു വേർഡ് ഇല്ല എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേയ്സ് ഡു ആൻഡ്സ് ഷോ ദെയർ സ്ട്രെങ്ത് ഈവൻ ദോ ദേ ആർ സ്മോൾ. ഉറുമ്പുകൾ എത്ര ചെറുതാണെങ്കിൽ പോലും അവ എങ്ങനെയാണ് അവയുടെ ശക്തി പ്രകടിപ്പിക്കുന്നത്? ദേ ഷോ ദെയർ സ്ട്രെങ്ത് ബൈ വർക്കിംഗ് ഹാർഡ്. ദേ നെവർ ക്വിറ്റ് ആൻഡ് ഓൾവേസ് കീപ് ഗോയിങ്. ദെയർ ടീം വർക്ക് മേക്ക് ദം സ്ട്രോങ്. അവ ഒന്നിച്ച് കഠിനമായി വിട്ടുപോകാതെ ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് അവരുടെ ശക്തി തെളിയിക്കുന്നത്, വർക്ക് ചെയ്തിട്ടാണ്. ദ നെക്സ്റ്റ്, വാട്ട് ലെസൺസ് ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ആൻഡ്സ്. ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് പാഠമാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? ദ ടീച്ചേഴ്സ് ദാറ്റ് ഈവൻ ദ സ്മോളസ്റ്റ് ബീയിങ് ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ത്രൂ ഹാർഡ് വർക്ക്. ദേ ഓൾസോ ഷോ അസ് ദ വാല്യൂ ഓഫ് ടീം വർക്ക് ആൻഡ് റെസ്പെക്റ്റ്. നമ്മൾ എത്ര ഒരു ചെറിയ ജീവിയാണെങ്കിൽ പോലും അവയ്ക്കും നേടാൻ കഴിയും. അവയ്ക്കും ഒരു കഠിനമായി പ്രയത്നിച്ചാൽ ലക്ഷ്യം നേടാൻ കഴിയും. ദേ ഓൾസോ ഷോ ആസ് ദ വാല്യൂ ഓഫ് ടീം വർക്ക് ആൻഡ് റെസ്പെക്റ്റ്. ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെയും ബഹുമാനം കാണിക്കുന്നതിൻ്റെയും ഒരു മൂല്യം അവർ പ്രകടിപ്പിക്കുന്നു. അതും നമുക്ക് അവരുടെ ഉറുമ്പുകളുടെ അടുത്തുനിന്ന് പഠിക്കാവുന്നതാണ്. ഇനി ഈ പോയവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി 1. ഇൻ ദ പോയം ആൻഡ്സ് ദ വേർഡ് ആൻറ്റ് ആൻഡ് കാൻറ്റ് ഓർ റൈമിംഗ് വേർഡ്സ്. ഫൈൻഡ് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഈ പോയത്തിലെ റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ്. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ആൻറ്റും കാൻറ്റും. ദ നെക്സ്റ്റ്, ത്രോ, ഡു, സ്റ്റേ, വേ, ഗോ, നോ, സ്പെക്ക്, റെസ്പെക്റ്റ്. ഇത്രയാണ് ഇതിലുള്ള ഈ പോയത്തിലുള്ള റൈമിംഗ് വേർഡ്സ്. ആക്ടിവിറ്റി 2. റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ. താഴെ ഒരു കടങ്കഥ നൽകിയിട്ടുണ്ട്. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ, ബ്രൈറ്റ് ആൻഡ് ഫാർ, ഹൈ ഇൻ ദ സ്കൈ ആൻഡ് മേക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ്. ഹൂ ആം ഐ? യെസ്, ഇറ്റ്സ് ആൻസർ ഈസ് സ്റ്റാർ. ആകാശത്ത് രാത്രി മിന്നി മറയുന്നത് സ്റ്റാർ. അടുത്ത പ്രവർത്തനം, മേക്ക് റിഡിൽസ് അബൌട്ട് ആൻറ്റ്, ബട്ടർഫ്ലൈ ആൻഡ് ഹണി ബീ. ഉറുമ്പ്, പൂമ്പാറ്റ, തേനീച്ച ഇവയെക്കുറിച്ച് റിഡിൽസ് തയ്യാറാക്കാനാണ്. ഉറുമ്പിനെ കുറിച്ച് തയ്യാറാക്കിയ റിഡിൽ വായിക്കാം. ഐ വാക്ക് ഇൻ എ ലൈൻ, നെവർ അലോൺ. ഞാൻ ഒറ്റയ്ക്ക് വരിവരിയായി നടക്കുന്നു. ക്യാരിയിങ് ഫുഡ് ബാക്ക് ടു മൈ ഹോം. വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നു. സോ ടൈനി യെറ്റ് സ്ട്രോങ് ആസ് ക്യാൻ ബി. വളരെ ചെറുതാണ് പക്ഷേ ശക്തനാണ് ഞാൻ. ക്യാൻ യു ഗസ് ഹൂ ഐ മൈറ്റ് ബി. ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ആൻസർ ആൻറ്റ്. പൂമ്പാറ്റയെക്കുറിച്ച്, ഐ ഫ്ലട്ടർ ബൈ വിത്ത് കളേഴ്സ് സോ ബ്രൈറ്റ്. തിളക്കമുള്ള നിറങ്ങളാൽ ഞാൻ പറന്നു നടക്കുന്നു. ഫ്രം ഫ്ലവർ ടു ഫ്ലവർ എ ബ്യൂട്ടിഫുൾ സൈറ്റ്. പൂവിൽ നിന്ന് പൂവിലേക്ക് മനോഹരമായൊരു കാഴ്ച. വൺസ് ഐ വാസ് എ ക്രൗളിംഗ് വോം. ഒരിക്കൽ ഞാനൊരു ഇഴയുന്ന പുഴുവായിരുന്നു. നൗ ഐ ഫ്ലൈ ഇൻ എ ബ്രാൻഡ് ന്യൂ ഫോം. ഇപ്പോൾ ഞാൻ ഒരു പുതിയ രൂപത്തിൽ പറക്കുന്നു. തേനീച്ചയെക്കുറിച്ച്, ഐ ബസ് അറൗണ്ട് ഫ്രം ബ്ലൂം ടു ബ്ലൂം. പൂവിൽ നിന്ന് പൂവിലേക്ക് ഞാൻ അലഞ്ഞു നടക്കുന്നു. മേക്കിംഗ് ഹണി ഇൻ മൈ റൂം. എൻ്റെ മുറിയിൽ തേൻ ഉണ്ടാക്കുന്നു. വിത്ത് ടൈനി വിങ്സ് ആൻഡ് ഗോൾഡൻ ഹ്യൂ. ചെറിയ ചിറകുകളും സ്വർണ്ണ നിറവും ഉള്ളതിനാൽ ഐ വർക്ക് ഹാർഡ് ദ വോൾ ഡേ ത്രൂ. ഞാൻ ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നു. ഈ 3 റിഡിൽസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആക്ടിവിറ്റി 3, ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ലുക്ക് അറൗണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വേർ ആൻഡ്സ് ലീവ്. നിങ്ങളുടെ വീടിന് ചുറ്റും നോക്കി
ഉറുമ്പുകൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് കണ്ടെത്തുക. ഒബ്സർവ് ദം, അവയെ നിരീക്ഷിച്ച്. ഡ്രോ എ പിക്ചർ ഓഫ് ആൻഡ്സ് വർക്കിംഗ് ടുഗദർ, അവ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ചിത്രം വരയ്ക്കുക. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഹൗ ദേ ഹെൽപ്പ് ഈച്ച് അതർ, അവ പരസ്പരം എങ്ങനെ സഹായിക്കുന്നെന്നും അവ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കുറച്ച് വാക്കിൽ എഴുതുക. ഇവിടെ ഒരു ചിത്രവും അതിനെക്കുറിച്ചുള്ളൊരു കുറിപ്പും തന്നിട്ടുണ്ട്. I saw a group of ants near a tree. They were carrying food together. Some ants were helping others climb up. They walked in a line and worked as team. Ants help each other by sharing food and working together to build their home. ഇതുപോലൊരു ചിത്രവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉറുമ്പുകൾ എന്തെങ്കിലും ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഒന്നിച്ച് അവ തലയിലേറ്റി പോണത്. The ants are working together to carry food. They help each other by sharing the load. ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ് ആണ്. ഇനി അടുത്ത വീഡിയോയുമായി വരാം.